ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ നമ്മൾ ബഹ്റിനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബഹ്റിനിൽ ഒരു കാർ റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സുസുക്കിയുടെ സിയാസ് ആണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് റെൻറ്റിന് എടുക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് ലാൻഡ് ക്രൂയിസറാണ്. ലാൻഡ് ക്രൂയിസർ GXR ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് ലാൻഡ് ക്രൂയിസർ റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ലാൻഡ് ക്രൂയിസർ, നമ്മൾ ഈ ഒരു ബഹ്റിനിൽ ഈ ഒരു ലാൻഡ് ക്രൂയിസർ റെൻറ്റിന് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാർ റെൻ്റൽസ് അവൈലബിൾ ആണ്. അപ്പം ഇന്ന് നമ്മൾ റെൻറ്റിന് എടുക്കാൻ പോകുന്നത് ഇവിടെ ബഹ്റിനുള്ള പ്രൈമ എന്ന് പറഞ്ഞ ഒരു ഡീലറുടെ കയ്യിൽ നിന്നാണ്. നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ ഒരു പ്രൈമയിൽ. പിന്നെ അത്യാവശ്യം എല്ലാ വണ്ടികളും ഉണ്ട്. നമുക്ക് നേരെ ഈ ഒരു പ്രൈമയിൽ പോയിട്ട് ബാക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈമയുടെ എയർപോർട്ട് ബ്രാഞ്ചിലാണുള്ളത്. ഈ ഒരു ബ്രാഞ്ചിലാണ് ഇപ്പോൾ ലാൻഡ് ക്രൂയിസർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് നേരെ വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ് കളർ 2022 മോഡൽ ലാൻഡ് ക്രൂയിസറാണ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ അടുത്ത് പോയിട്ട്, ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ റെൻറ്റിൽ എടുക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കണം, സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന നമ്മുടെ ലാൻഡ് ക്രൂയിസർ. ഒന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഇതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്ത് കൊടുത്തിട്ട് നേരെ കീ വാങ്ങിയിട്ട് വണ്ടി എടുത്ത് വിടാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ വണ്ടി എടുത്ത് ഇനി ജസ്റ്റ് ഇവിടെ നിന്ന് മാറ്റിയിട്ടതിന് ശേഷം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഓവറോൾ നോക്കാം. ഇതിൻ്റെ ഫുൾ ഔട്ട് ഓഫ് വ്യൂ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല സിഗരറ്റിൻ്റെ സ്മെല്ലുണ്ട്. അതിന് മുമ്പ് എടുത്ത ആൾ നന്നായിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഇൻറ്റീരിയേഴ്സൊക്കെ ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊരു 2022 മോഡൽ ലാൻഡ് ക്രൂയിസറാണ്. അപ്പോൾ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 69,431 കിലോമീറ്ററാണ്. അപ്പോൾ ഫ്യൂവൽ നോക്കുമ്പോൾ ഏകദേശം ഒരു ഹാഫ് ടാങ്ക് ഇല്ല, ഒരു 1/4 ടാങ്ക് ഫ്യൂവലുണ്ട്. ഫ്യൂവലിൻ്റെ കേസിൽ നമുക്കിവിടെ ബഹ്റിനിൽ 2 ടൈപ്പ് ഫ്യൂവലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെട്രോളിൻ്റെ കേസിലാണെങ്കിൽ തന്നെ ജെയ്ദ് മുംതാസ് വന്നിട്ട് 2 ലെവൽ പെട്രോൾ അവൈലബിൾ ആണ്. അപ്പോൾ ജെയ്ദ് മുംതാസ് വന്നിട്ട് 2 തരം പെട്രോൾ അവൈലബിൾ ആണ്. അപ്പം ഇതുപോലുള്ള ലക്ഷറി കാസിലൊക്കെ നമ്മൾ മുംതാസാണ് ഫില്ല് ചെയ്യൽ. റേറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ പെട്രോളിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ലക്ഷറി കാസിൽ പൊതുവേ നമ്മൾ മുംതാസാണ് അടിക്കൽ. സോ ഇനി നമുക്ക് നേരെ ഇനി നമുക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് പോവാം.
failed starting. ഗൈസ്, അപ്പം ഇനി നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി പാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വണ്ടി ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്ന ലാൻഡ് ക്രൂസർ. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെർ ഡേ ഇപ്പോൾ ബഹ്റൈൻ ദിനാർ നോക്കുന്ന സമയത്ത് 80 BD ആണ്. 80 BD എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 16,000-17,000 വരും. ഗൈസ്, അപ്പോൾ നമ്മളിതാ പുറത്തേക്ക് പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലുള്ള ലക്ഷറി കാസിലൊക്കെ നമ്മൾ മുംതാസ് പെട്രോളാണ് ഫില്ല് ചെയ്യാറ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രീമിയം അതേപോലെ നോർമലുള്ള പോലെ ഇവിടെ ജയ്ത്ത് മുംതാസ് എന്ന 2 ടൈപ്പ് പെട്രോളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിലൊക്കെ നമ്മൾ മുംതാസാണ് ഫില്ല് ചെയ്യുന്നത്. അവിടെ ഫ്രണ്ടിൽ ഏതാണ്ട് ഒരു ഹമ്മർ പാർക്ക് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ പമ്പിൽ വന്നിരിക്കുകയാണ്. മുംതാസ് ജയ്ത്ത് ഡീസൽ. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ലാൻഡ് ക്രൂസറിൽ പെട്രോൾ ഫില്ല് ചെയ്തു. നമ്മൾ ബഹ്റൈൻ മണി ഏകദേശം 10 ദിനാറിനാണ് ഇപ്പോൾ ഇതിൽ പെട്രോൾ അടിച്ചിട്ടുള്ളത്. നമ്മൾ 10 ദിനാറിന് ഇപ്പോൾ ഇവിടെ ബഹ്റൈനിൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഏകദേശം 2000-ന് മുകളിലാണ് വരുന്നത്. 10 ദിനാറെന്ന് വെച്ചാൽ ഏകദേശം 2200 രൂപ വരും. ഇപ്പോൾ 2200 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചപ്പം ഏകദേശം 50 ലിറ്റർ പെട്രോൾ ഇപ്പോൾ ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഡിസ്റ്റൻസ് നോക്കിയാൽ ഏകദേശം 368 കിലോമീറ്റർ കവർ ചെയ്യാനുള്ള പെട്രോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രീമിയം ടൈപ്പ് മുംതാസ് അടിച്ചുകൊണ്ടാണ് നേരെ നമ്മൾ അപ്പോൾ അതല്ല, നമ്മൾ ജയ്താണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു 10 ദിനാർ, അതായത് ഏകദേശം നാട്ടിൽ 2200 രൂപയ്ക്ക് അടിക്കുമ്പോൾ ഏകദേശം 70 ലിറ്റർ പെട്രോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നാട്ടിലെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പെട്രോളിൻ്റെ റേറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു 10 ദിനാറിന് അടിച്ചപ്പോൾ ഏകദേശം നമുക്ക് 50 ലിറ്റർ പെട്രോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. നമ്മൾ ഈ ഒരു ബഹ്റൈൻ ഈ ഒരു ലാൻഡ് ക്രൂസർ നമ്മൾ റെൻറ്റിന് എടുത്തതിൻ്റെ ചെറിയൊരു വീഡിയോ. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ കാണാം.